കേരള വിഷൻ വരിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ റിമോട്ടിലെ വോളിയം ഒഴികെ ഏത് ബട്ടൺ അമർത്തിയാലും 24 നിങ്ങൾക്ക് മുന്നിലെത്തും. ഗോകുലം കേരള എഫ്സിയുടെ ആദ്യ ഹോം മാച്ച് ഉടൻ. ആദ്യ ഹോം മാച്ചിൽ ഗോകുലം കേരള എഫ് സി ഐസ്വാൾ എഫ് സിയെയാണ് നേരിടാൻ പോകുന്നത്. ഇത്തവണ ഗോകുലം കേരള എഫ് സിക്ക് ശുഭപ്രതീക്ഷയെന്ന് ഗോകുലം ഗോപാലൻ 24-നോട് പറഞ്ഞു. കേരള ഫുട്ബോളിന് പുത്തൻ ഉണർവ് സമ്മാനിക്കാൻ ടീമിനായി എന്നും ഗോകുലം ഗോപാലൻ 24-നോട് പറഞ്ഞു. നന്നായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ 10 കാലം ഉറങ്ങിക്കിടക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു 4-5 വർഷങ്ങൾക്ക് മുമ്പ്. അത് ഗോകുലം ഫുട്ബോൾ ആരംഭിച്ച ശേഷം അതിന് ഉണർവുണ്ടായി. ഇപ്പം അത് ഇന്ത്യൻ ചാമ്പ്യൻഷിപ്പ് വരെ എത്തിക്കഴിഞ്ഞു. ജെൻസ് മാത്രമല്ല, ലേഡീസിന് 3 പ്രാവശ്യം ചാമ്പ്യൻഷിപ്പ് കിട്ടി. ഇന്ന് നിറയെ പേരുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് സന്തോഷത്തിന് ഉണ്ടാകുന്ന കാര്യമാണ്. കാരണം ഫുട്ബോൾ രംഗത്തിൽ ഒരു ഉണർവുണ്ടാക്കാൻ ഗോകുലം ഗ്രൂപ്പിന് സാധിച്ചല്ലോ എന്നൊരു സന്തോഷം. 2 തവണ ചാമ്പ്യന്മാരായി, ഇതിപ്പം 3-ാം തവണ ചാമ്പ്യന്മാരെന്നുള്ള പ്രതീക്ഷയിലാണ്. എല്ലാം പ്രതീക്ഷയാണല്ലോ നമ്മൾ മാക്സിമം അതിൻ്റെ കഴിവ് കാണിക്കുക. പിന്നെ ഇതൊക്കെ ഒരു സമയത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഇതാണല്ലോ. ഏതായാലും നമ്മൾ പ്രതീക്ഷിക്കാം കേരളത്തിന് ഒരു ഉണർവുണ്ടാകാനുള്ള ഒരു വകയുണ്ടാകാൻ ഞങ്ങൾ ശ്രമിക്കാം. ഓക്കെ. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സമീർ, മത്സരം അല്പസമയത്തിനകം തുടങ്ങാൻ പോകുന്നു. ഐസ്വാൾ എഫ് സിക്കെതിരായ പോരാട്ടത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിൽ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഗോകുലം കേരള ഉള്ളത്. വിവരങ്ങൾ എന്താണ് സമീർ? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ടീമിൻ്റെ ചെയർമാൻ വലിയ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ 2 തവണകളിലായിക്കൊണ്ട് കപ്പടിച്ച ടീം ഇത്തവണയും ചാമ്പ്യന്മാരാകുമെന്നുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നു. 3-ാം തവണ കിരീടം നേടാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഗായിട്ടുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പ്രവേശനം ലഭിക്കും. അത്തരമൊരു പ്രതീക്ഷ കൂടി ചെയർമാൻ പങ്കുവെക്കുന്നു. എന്തായാലും മത്സരം തുടങ്ങാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണുള്ളത്. ശക്തരായിട്ടുള്ള 2 ടീമുകൾ കൊമ്പുകോർക്കുമ്പോൾ അതിൻ്റെ ആവേശത്തിൽ തന്നെയാണ് കോഴിക്കോട്ടെ കായിക പ്രേമികൾ, പ്രത്യേകിച്ച് മലബാറിലെ കായിക പ്രേമികൾ, സമീപ ജില്ലകളിൽ നിന്നുൾപ്പെടെ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയൊരു ആവേശത്തിൽ തന്നെയാണ്. 7 മണിയോടുകൂടി തന്നെ മത്സരം ആരംഭിക്കും. ഗോകുലം കേരള എഫ് സിയും അതോടൊപ്പം തന്നെ ഐസ്വാൾ എഫ് സിയും തമ്മിലാണ് മത്സരം. 2 ടീമും 4 പോയിന്റ് വീതം നേടിക്കൊണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ടീമാണ്. പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്തുള്ള ഗോകുലം കേരള എഫ് സി വിജയത്തോടെ 1-ാം സ്ഥാനത്തെത്തുക എന്നുള്ള ലക്ഷ്യവുമായാണ് ഇറങ്ങുന്നത്. മറുഭാഗത്തുള്ള ഐസ്വാൾ എഫ് സിയും കരുത്തരാണ്. മിസോറാമിൽ നിന്നുള്ള ടീമാണ്. എന്തായാലും വളരെ ആവേശകരമായ ആ ഒരു മത്സരത്തിനുള്ള കാത്തിരിപ്പാണ്. എന്തായാലും ആദ്യത്തെ ഹോം മത്സരം എന്നുള്ള നിലയിൽ ഗോകുലം കേരള എഫ് സിക്ക് അല്പം അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയാണ്, ആരാധകരുടെ ഭാഗത്തുനിന്നുള്ള ഒരു പിന്തുണയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ശരി, സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഗോകുലം അല്പസമയത്തിനകം ഇറങ്ങാൻ പോകുന്നു. മത്സരത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. അതിൻ്റെ അപ്ഡേറ്റുകൾ പ്രേക്ഷകരെ അപ്പോൾ അറിയിക്കുകയും ചെയ്യാം.